നമ്മൾ ഉത്സവത്തിന് ആ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ അഴകിന് കൊണ്ട് നിർത്തിയിരിക്കുന്ന കണക്കാണ് കുറേ പേരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ. കാരണം എൻ്റെ ജീവശ്വാസം എന്ന് പറയുന്ന ബിഗ് ബോസ് ആണ്. ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു തുടക്ക ദിവസം മുതൽ വളരെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് തന്നെയാണ് ഈ ടീം കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ബഹളം കൂടുന്നു എന്നുള്ളതാണ്. പക്ഷെ ബഹളം കൂടിയാലും ലൈവാണല്ലോ, ഒരു ഉറക്കം തൂങ്ങിയല്ലോ പിള്ളേർ, എല്ലാം നല്ല ആക്റ്റീവായിട്ട്. രതീഷ് കുമാറിനെ പുറത്താക്കിയത് അതിൻ്റെ കുറച്ച് അങ്ങനെ ഒരു പുറത്താവൽ നമുക്ക് തോന്നുമ്പോൾ വിഷമം തോന്നും. പക്ഷേ രതീഷ് കുമാറിൻ്റെ എന്ന ആസ്ഥാനത്ത് രണ്ട് പ്രവൃത്തികൾ വന്നത് ബിഗ് ബോസിൻ്റെ ആ ഒരു നിയമത്തിൻ്റെ ലംഘനമായിട്ടുള്ളത് കൊണ്ടാവണം പുള്ളി പുറത്താക്കിയത്. വേണമെങ്കിൽ വൈൽഡ് കാർഡിൽ തിരിച്ചെടുക്കാന്നുള്ളൂ. സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു നമ്മുടെ മലയാളം ബിഗ് ബോസിലുള്ള ഒരു പ്രത്യേകത പറയട്ടെ. ഞാൻ ആരോടും പലപ്പോഴും പറയാത്തൊരു കാര്യം പറയാം. നമ്മൾ ഹോളിവുഡ്, ബോളിവുഡ്, ഹിന്ദി ബിഗ് ബോസിൽ അടിയും വഴക്കും എന്താ പറയുക സംഘടനകളൊക്കെ എന്ന് പറയുന്നത് റിയൽ സിനിമയെ കാണുന്ന രീതിയിൽ ഏറ്റവും ഹൈ ലെവലിലാണ് പോകുന്നത്. തമിഴിലാണെങ്കിലും തെലുങ്കിലും മറ്റ് ലാംഗ്വേജുകളിലെല്ലാം വളരെ എഫക്റ്റീവായിട്ടാണ് പോകുന്നത്. പക്ഷെ മലയാളം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? എന്നെ തൊട്ടു, എന്നെ ഞോണ്ടി, എന്നെ അള്ളി, എന്നെ മന്തിക്കീറി, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഈ വിക്ടിം കാർഡുകളും പിന്നെ വിമൺ കാർഡുകൾ ഇങ്ങനെയുള്ള ചില കാർഡുകൾ എടുത്തു വെച്ച് കളിക്കുമ്പോൾ ആ ഗെയിമിന് സുഖം അങ്ങ് പോകും. ശരിയല്ലേ? അതിൻ്റെ സുഖം അങ്ങ് പോകും. അത്രത്തോളം ദോഷം ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടികളിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ചെറിയ ചെറിയ വാക്കുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രവൃത്തികളും തൊടുമ്പോഴത്തേക്ക് ഒന്ന് വന്ന് ഉന്തി അല്ലെങ്കിൽ ഒന്ന് ചെസ്റ്റ് കൊണ്ട് തള്ളി അപ്പോൾ ഉടനെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അങ്ങോട്ട് ഘോരഘോരമായിട്ട് വരും. അത് മലയാളം ബിഗ് ബോസിൻ്റെ ഒരു ശാപമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ മലയാളത്തിന് പലപ്പോഴും പറ്റാത്തത് കണ്ടസ്റ്റൻസ് അങ്ങനെ നമ്മളൊരു ഹീറ്റായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളോരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളത് റിയലായിട്ട് ജെനുവിനായിട്ട് ഇപ്പോൾ റോക്കി അത് ജെനുവിനായിട്ട് തോന്നുമ്പം റോക്കിയെ പ്രൊവോക്കേറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന റോക്കിയെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമുക്കത് പറഞ്ഞുകൂടെ. വെർബൽ പീഡനം മാത്രമല്ലല്ലോ, മറ്റ് രണ്ടുപേര് ഇയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരുതരം ഹാസ്യാത്മകമായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചൊറിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സ്വാഭാവികമായൊരു ആത്മാഭിമാനം ഉണരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വന്നിട്ട് എതിരാളിയെ മത്സരാർത്ഥിയെ അടിക്കാനൊക്കെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ടിട്ടുണ്ട്. മൈക്ക് ടൈസൺ എതിരാളിയുടെ മൂക്കിടിച്ച് പഞ്ചറാക്കുന്നു, ഉടനെ എതിരാളി പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എഗ്രിമെൻറ്റുകൾ എഴുതി ചേർത്തിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഷോകൾ വരുമ്പോൾ കുറച്ച് വളരെ ചെറിയ രീതിയിലെങ്കിൽ പോലും കുറച്ച് ഫ്രീഡം മത്സരാർത്ഥികൾക്ക് കൊടുത്താൽ മാത്രമേ ഒറിജിനലായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവർക്ക് പുറത്തോട്ടെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഓരോരുത്തരും പേടിച്ച് അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാവും, അങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ പ്രശ്നമാവും, ഞാൻ ഇതിലോട്ട് കൂടുതൽ ഇടപെട്ടാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് എല്ലാവരും ഉൾവലിഞ്ഞിരിക്കും. ഇപ്പോൾ കുറേ പേരെ നമ്മൾ നോക്കിയാൽ കാണാം, ഏത് ഷോയിൽ നോക്കിയാലും മതി, പ്രത്യേകിച്ച് മലയാളത്തിൽ ഇതിൽ ചിലത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന് ആ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ അഴകിന് കൊണ്ട് നിർത്തിയിരിക്കുന്ന കണക്കാണ് കുറേ പേരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ. എന്നാൽ ബോളിവുഡ് അങ്ങനെയല്ല. ബോളിവുഡ് അവർ ഫൈറ്റ് ചെയ്യാത്തതിനും അല്ലെങ്കിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ കണ്ടൻറ്റുകൾ കൊടുക്കാതെ ചുമ്മാ അടിയിലും വഴക്കിലും വെറുതെ പോകുമ്പോൾ മാത്രമാണ് സൽമാൻ ഖാൻ അതിനകത്ത് ഇടപെടുന്നതും. ലവ് ട്രാക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഫിലിം കാണാൻ വന്നപ്പോഴത്തേക്ക് ആരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, ആ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ടുണ്ടാകുക. അത് കുറച്ച് ക്ഷമയോടെ ഇരുന്നെങ്കിൽ വിജയിച്ചേനെ. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വേണ്ട ലവ് ഒക്കെ എടുക്കാൻ. 3-ാമത്തെ ദിവസം വന്ന് ലവ് എടുത്തതിന് ശേഷം ജനങ്ങൾ മുഴുവൻ എന്നെ പറ്റിച്ചുകൊണ്ട് ഈ രീതി പോകുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കെട്ടിപ്പിടുത്തവും ഉമ്മ വെപ്പുവാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ മേളിൽ കടിയിലേക്ക് പോയി അല്ലേ, കുറച്ച് കടി കൂടി അല്ലേ. കുറച്ച് കടി കൂടിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും. ആ കടി എന്ന് പറഞ്ഞാൽ കയ്യിൽ കടിച്ചതാണ് കേട്ടോ, വേറെ മുമ്പ് കടിച്ചോ എന്താണെന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൾ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കണ്ടൻറ്റ് കൊടുക്കാനുള്ളൊരു വെപ്രാളം ഉണ്ടാവും ചിലർക്ക്. സ്വന്തമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടിയാണ് വരുന്നത് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ച പോകുന്നല്ല. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ രതീഷിനെയാണ് പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ഞാൻ പറയുന്നു അപ്സരയെയാണ് ഞാൻ പൊക്കി പറയുന്നത്. കാരണം അപ്സരയെ നമ്മൾ കുറച്ച് കണ്ടു. പക്ഷേ അപ്സരയുടെ ആ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇഴയുന്ന പരിപാടിയിൽ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് 5-6 വർഷം NCCയുടെ സർജൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ ഒന്നിനെ നമുക്ക് ബാക്കിലേക്ക് തള്ളിക്കാൻ പറ്റത്തില്ല. അത്ര മിടുക്കത്തിയായിട്ടാണ് അപ്സര മുമ്പോട്ട് വന്നിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് അപ്സര ഡീസൻ്റായിട്ട് പെരുമാറും. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ ജാസ്മിന് സപ്പോർട്ട് എന്നുള്ള നിലയിൽ
ഗബ്രി അല്ലെ ഗബ്രിക്കൊരു ബലം എന്ന് പറഞ്ഞ രീതി അങ്ങനെ എന്തിനാ ഒരു ബലം. അതുകൊണ്ടാണ് അപ്സര കൃത്യമായിട്ട് പറഞ്ഞത് എനിക്കിവിടെ 18 ഫ്രണ്ട്സ് ഉണ്ട്, ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സാണ്, എനിക്ക് മറ്റാരും വിശ്വാസമില്ല എന്ന് പറയുന്നത് സംശയരോഗിയുടെ അവസ്ഥയല്ലേ.